കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. റൈറ്റ് ദി ഫോർമുല ഫോർ ഇതാണ്. റൈറ്റ് ദി ഫോർമുല ഫോർ ദ വോളിയം V of the solid of revolution S that is generated by revolving the region R about y-axis ആണ് തിരിച്ചായിരുന്നു. അപ്പൊ വോളിയം കാണാനുള്ള ഫോർമുല എന്താ? പൈ ഇൻറ്റു ഇന്റഗ്രൽ സി ടു ഡി എക്സ് സ്ക്വയർ ഡി വൈ ടാ. അബൌട്ട് എക്സ് ആക്സിസ് എന്നാണെങ്കിൽ പൈ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ്. ഓക്കെ, പൈ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ്. ഈ ക്വസ്റ്റ്യൻ അബൌട്ട് വൈ ആക്സിസ് എന്നാ പറഞ്ഞത്, തിരിച്ചാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അതുകൊണ്ട് എങ്ങനെ എഴുതണം? പൈ ഇൻറ്റു ഇന്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി വൈ ടാ. തിരിച്ചാണ് ഫോർമുല എഴുതിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് 2 മാർക്കില് അപ്ലിക്കേഷൻ ഒന്നും ചോദിച്ചില്ല, അല്ലാതെ ഇന്റഗ്രേഷനേ ഉള്ളൂ. അടുത്ത 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, എഴുതിക്കോളൂ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ. That is enclosed between the curves. Y equal to x cube and y equal to 8. That is enclosed between the curves. Y equal to x cube and y equal to 8 in the first quadrant. First എങ്ങനെയായിരുന്നു? Find the area of the region that is enclosed between the curves y equal to x cube and y equal to 8 in the first quadrant. Okay, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് ആണ്. ഏരിയ ബിറ്റ്വീൻ കർവ്സിന്റെ ഫോർമുലയാണ് കേട്ടോ. ഞാൻ മോഡൽ എക്സാം ചെയ്തിട്ട് കുറെ ആൾക്കാർ തെറ്റിച്ചിട്ടുണ്ട്. ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഏരിയയുടെ പ്രോബ്ലം ആയാലും അപ്ലിക്കേഷൻ ഇന്റഗ്രലിലെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ലിമിറ്റ് എങ്ങനെ കാണുമെന്ന് അറിയോ? അതിന് y ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പൊ താഴെ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് എഴുതാം ഗിവൺ. ആ തന്ന കർവുകൾ എടുത്ത്, അതായത് ക്വസ്റ്റ്യൻ മുഴുവൻ എഴുതാനല്ല പറയുന്നത്, കർവുകൾ എടുത്ത് എഴുതാം. ഗിവൺ y ഈക്വൽ ടു എക്സ് ക്യൂബ് ആൻഡ് y ഈക്വൽ ടു 8. അപ്പൊ രണ്ടും y ഈക്വൽ ടു അല്ലേ? അപ്പൊ നമുക്ക് എക്സ് ക്യൂബ് ഈക്വൽ ടു 8 എന്ന് പറഞ്ഞൂടെ? അല്ലെ, എക്സ് ക്യൂബ് 8 ആണെങ്കിൽ എക്സ് ക്യൂബ് റൂട്ട് 8 അല്ലെ? 8ന്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 2 ആണ്. ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു ക്വാഡ്രന്റ് അല്ലെ? ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ആ ഫസ്റ്റ് ക്വാഡ്രന്റില് ലിമിറ്റ്, ലോവർ ലിമിറ്റ് എപ്പോഴും പോസിറ്റീവ് 0 ഇതായിരിക്കും, 0 എന്നായിരിക്കും. എപ്പോഴും ലിമിറ്റ് എന്തായിരിക്കും? 0 എന്നായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ നമ്മൾ എഴുതിയിരിക്കുകയാണ്. ലിമിറ്റ് എന്താ വരിക? എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. മനസ്സിലായോ? 2 കിട്ടിയത് മനസ്സിലായല്ലോ. എക്സ് ക്യൂബ് 8 ആണ്, അപ്പൊ എക്സ് ഈക്വൽ 2 ആണ്. അപ്പൊ ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 ആണ്. ഇനി ഏരിയ ബിറ്റ്വീൻ ടു കർവ്സിന്റെ ഫോർമുല എന്താ? ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് എന്താണ് ഫോർമുല? ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനില് y ഈക്വൽ ടു ആണ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഇതില് y ഈക്വൽ ടു എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ആരാണ്? എക്സ് ക്യൂബ്. ഇത് തിരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം ചെയ്യേണ്ടത് ഗ്രാഫ് ഒക്കെ വരച്ചിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഏതാണ് എഫ് ഓഫ് എക്സ് നമുക്ക് ഗ്രാഫിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ അവസാന ടൈമിൽ ഗ്രാഫ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൂടി കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തൽക്കാലം ഇതെന്നെ എഴുതി വെച്ചോളൂ കേട്ടോ. പേടിക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് ആണ് കിട്ടുക. ഏരിയ നെഗറ്റീവ് ആയാലും പോസിറ്റീവായിട്ട് എഴുതിയാൽ മതി. അതുകൊണ്ട് തിരിച്ചെടുത്താലും പ്രശ്നമൊന്നുമില്ല. ശരിക്കുള്ള റൂള് പ്രകാരം തിരിച്ച് ഗ്രാഫൊക്കെ വരച്ച് അങ്ങനെയൊക്കെയാണ് എഞ്ചിനീയറിംഗ് പിള്ളേർക്ക് പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് അത്രയ്ക്കൊന്നും ഞാൻ പോണില്ല. ജി ഓഫ് എക്സ് ഈക്വൽ ടു 8, y ഈക്വൽ ടു എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എക്സ് കേട്ടോ. മനസ്സിലായോ? y ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്, എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ്. രണ്ടാമത്തെ y ഈക്വൽ ടു എന്ന് പറയുന്നതാണ് ജി ഓഫ് എക്സ്. അപ്പൊ ജി ഓഫ് എക്സ് ഈക്വൽ ടു 8 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇന്റഗ്രൽ 0 to 2
എക്സ് ക്യൂബ് മൈനസ് 8 dx. സാധാരണ ഇന്റഗ്രേഷൻ ആണ്, വലിയ വലിയ ഇന്റഗ്രേഷൻ ഒന്നല്ല. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചപ്പോ എക്സ് റേസ്ഡ് 4/4. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് റേസ്ഡ് 4/4 മൈനസ് 8ന്റെ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചു 8x. ലിമിറ്റ് 0 to 2. ലിമിറ്റ് കാണാൻ അറിയാലോ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. എക്സ് കാണുന്ന സ്ഥലത്ത് 2 ഇട്ട് കൊടുക്കുക, മൈനസ് എക്സ് കാണുന്നിടത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ വരിക? 2⁴/4 മൈനസ് 8 into 2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0. 2⁴ എത്രയാണ്? 32 ആണ് അല്ലേ? 2⁵ ആണ്. 2⁴ 16 ആണ് അല്ലേ? യെസ്, 16/4 മൈനസ് 16. 16/4 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 16 ഈക്വൽ ടു മൈനസ് 12 ആണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എടുക്കണതിനനുസരിച്ച് ശരിക്കും പറഞ്ഞ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ കറക്റ്റ് 12 തന്നെ കിട്ടേ. ഇപ്പൊ നമുക്ക് മൈനസ് ആണ് കിട്ടിയത്, പക്ഷെ ഏരിയ ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ എന്ത് എഴുതിയാൽ മതി? പോസിറ്റീവ് ആയിട്ട് എഴുതാം കേട്ടോ. ഒരു മിനിറ്റ്, ഇപ്പൊ ക്ലിയർ ആയതാ? ഏരിയ ഈക്വൽ ടു 12. ഏരിയ പറയുമ്പോൾ എപ്പോഴും സ്ക്വയർ യൂണിറ്റ് എന്ന് വിളിക്കാം. സ്ക്വയർ യൂണിറ്റ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിട്ട് എഴുതാം. ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞ ഫിഗർ ഒക്കെ വരച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ കിട്ടുക. ഇപ്പൊ തൽക്കാലം നെഗറ്റീവ് കിട്ടിയാലും കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്പീഡിൽ പഠിപ്പിക്കുമ്പോഴേ ആ ഏരിയയുടെ ഗ്രാഫ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൂടി കൺഫ്യൂഷൻ ആവും. ഓക്കെ, തൽക്കാലം നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഏരിയ ഈക്വൽ ടു 12 സ്ക്വയർ യൂണിറ്റ്. ഒരു 4 മാർക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റൻ എഴുതാം. അപ്പൊ ഈ ഒരു പ്രോബ്ലം ഒരുവിധം ഓക്കെ വിചാരിക്കുന്നു. അപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിരുന്നേ. വലിയ റിസ്ക് ഒന്നും ഇല്ല കേട്ടോ, മറ്റുള്ള ഇന്റഗ്രേഷൻ പഠിക്കുന്ന പോലെ റിസ്ക് ഒന്നും ഇല്ല. ഇന്റഗ്രേഷൻ ഒക്കെ സിമ്പിൾ ആയിരിക്കും. ആ ഫോർമുലാസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എഴുതാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർഫസ്. ശ്രദ്ധിക്കണേ, ആ വേർഡ് നോക്കണേ. സർഫസ് എന്നുള്ള വേർഡ് വന്നു കഴിഞ്ഞാൽ സർഫസ് ഏരിയ ആണ് കേട്ടോ. ഓക്കെ, find the area of the surface. Area of a surface that is generated by revolving the portion of the curve. ഇതും സെയിം കർവ് തന്നെയാണ്, അതാ രസം. Revolving the portion of the curve y equal to x cube. Revolving the portion of the curve y equal to x cube between ലിമിറ്റ് എടുത്ത് തന്നിട്ടുണ്ട് x equal to 0 and x equal to 1. X equal to 0 and x equal to 1 about x axis. About x axis എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ സർഫസ്. അപ്പൊ സർഫസ് എന്നുള്ള വേർഡ് കണ്ടപ്പോ ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ എന്താണ്? സർഫസ് ഏരിയയുടെ ഫോർമുലയാണ് കേട്ടോ. ഏരിയ ഓഫ് ദ സർഫസ് ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ revolving the portion of the curve y equal to x cube between x equal to 0 and x equal to 1 about x axis. അപ്പൊ സർഫസ് ഏരിയയുടെ ഫോർമുല എഴുതാം. എന്താണ് സർഫസ് ഏരിയയുടെ ഫോർമുല? ഏരിയ ഈക്വൽ ടു സർഫസ് ഏരിയയുടെ ഈക്വൽ ടു 2π ഇൻറ്റു അല്ലെ 2π ഇൻറ്റു ഇന്റഗ്രൽ a to b y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് dy by dx ഹോൾ സ്ക്വയർ dx. കുറച്ച് വലുതാണ് കേട്ടോ. സർഫസ് ഏരിയയുടെ പ്രോബ്ലം കുറച്ച് ലെങ്ത് കൂടുതലാണ്, അത്ര സിമ്പിൾ അല്ല. ഓക്കെ, ഇതാണ് ഫോർമുല. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പഴയതൊന്നും എഴുതാൻ മറക്കരുത്. ഗിവൺ. അപ്പൊ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് എഴുതി ഈ ഫോർമുല എഴുതിയ 1 മാർക്ക് 2 മാർക്ക് തരും കേട്ടോ. 1 മാർക്ക് കിട്ടെ 4 മാർക്കിന്റെ ക്വസ്റ്റനിൽ 1 മാർക്ക് കിട്ടും. ഗിവൺ y equal to x cube എഴുതാം. ബിറ്റ്വീൻ x equal to 0 and x equal to 1 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫോർമുല. 2π into integral a to b y into root of 1 plus dy by dx whole square dx. അപ്പൊ ഇന്റഗ്രേഷന്റെ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ y equal to x cube തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ dy by dx കാണാം. y തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x². ഡിഫറൻസിയേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് ഞാൻ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 പഠിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് ചെയ്യാം കേട്ടോ.
ഡിഫറൻസിയേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോളിടെക്നിക്കിന്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് നോക്കി പഠിക്കാം. അല്ലാണ്ട് ഇപ്പൊ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം ഇഷ്ടം പോലെ പോകും. അപ്പൊ y = x³ ഡെറിവേറ്റീവ് എത്രയാണ്? n × x⁻⁻1 ആണ് 3x². അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാര്യം കഴിഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ചുമ്മാ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒന്നുമില്ല. 2π എഴുതി, ഇന്റഗ്രല് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0 to 1 ലിമിറ്റ് y ആരാണ്? x³ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് dy/dx ന്റെ സ്ക്വയർ 3x² ന്റെ സ്ക്വയർ dx. 3x² ന്റെ സ്ക്വയർ dx. അപ്പൊ നമുക്ക് 2π ഇൻറ്റു ഒന്ന് നീറ്റായിട്ട് എഴുതാം, ഇന്റഗ്രൽ 0 to 1 x³ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് 3 ന്റെ സ്ക്വയർ 9x⁴ dx. ഇതുവരെ എഴുതിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനി ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യണേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രോബ്ലംസ് 1-2 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമൊന്നുമില്ല. സർഫസ് ഏരിയയുടെ പ്രോബ്ലം ഒന്നുകൂടി ചെയ്ത് നോക്കാം. വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനും ഇതുവരെ എഴുതി, എല്ലാവരും ഞാൻ വായിച്ചു, കുഴപ്പമില്ലല്ലോ. ഇതുവരെ എഴുതിയില്ലേ? = 2π ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 x³ ഇൻറ്റു ഈ x³ ഞാൻ അപ്പുറത്ത് എഴുതിയ കുഴപ്പമൊന്നുമില്ലല്ലോ. x³ റൂട്ട് ആദ്യം എഴുതി 1 പ്ലസ് 9x⁴ ഇൻറ്റു x³ dx. ഇതെങ്ങനെ അടുത്തടുത്ത് എഴുതി. ഇതുവരെ എല്ലാവരും എഴുതിയോ? ഇതുവരെ എഴുതിയോ? ഓക്കെ. ഇവിടെ നമ്മളൊരു ഇന്റഗ്രേഷന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇങ്ങനെ റൂട്ടിന്റെ ഉള്ളിലൊക്കെ ടേംസ് വരുമ്പോഴേ, അല്ലെങ്കിൽ ഇങ്ങനെ ഹോൾ റേസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അങ്ങനെ റേസ്റ്റ് ഒക്കെ വരുന്നത് ഇന്റഗ്രേഷനിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് അങ്ങനെ ആ ഉള്ളിൽ വരുന്ന ടേമിനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യാം. ഉള്ളിൽ വരുന്ന ടേമിനെ u എന്ന് കൊടുക്കുകയാണ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മള് ആ റൂട്ടിനുള്ളിൽ വരുന്ന ടേമിനെ ലെറ്റ് u = 1 പ്ലസ് 9x⁴ എന്ന് കൊടുത്തു. അപ്പൊ റൂട്ടിനുള്ളിൽ വരുന്ന ടേമിന്റെ നമ്മൾ എന്ത് കൊടുക്കാണ്? u എന്ന് കൊടുക്കാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കൊടുക്കുന്ന സമയത്ത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലേ എന്താണ് കിട്ടുന്നത് അത് ഇവിടെ ഉണ്ടാവണം. അത് ക്വസ്റ്റിന്റെ പുറത്ത് വരണം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. പേടിക്കാനൊന്നുമില്ല, വലിയ റിസ്കുകൾ നമുക്ക് വരില്ല എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പൊ ഇതിനെ ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. du/dx ഒന്ന് ചെയ്യാണ്. du/dx ചെയ്താല് 1ന്റെ ഡെറിവേറ്റീവ് 0 ആയി, പ്ലസ് 9 ഇൻറ്റു x⁴ ന്റെ ഡെറിവേറ്റീവ് 4x³. അതായത് du/dx ന്റെ വാല്യൂ എനിക്ക് കിട്ടിയത് 9×4 = 36 അല്ലെ, 36x³ എന്നുണ്ട്. അപ്പൊ കണ്ടോ ഈ x³ ഇവിടെ കിടക്കുന്നുണ്ട്. x³ ആ x³ ഇവിടെ പുറത്തുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനാണ് u കൊടുക്കുന്നത്? അപ്പൊ ആ മെത്തേഡാണ് ഞാൻ പറഞ്ഞ പോളിടെക്നിക്കിന്റെ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. എന്തിനാണ് നമ്മൾ u കൊടുക്കുന്നത്? അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഈ വർഷം തന്നെ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 2 പ്രോബ്ലം ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ അത് ആ പ്രോബ്ലം ചെയ്തുതരാം. ഓക്കെ. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്തിനാണോ u കൊടുക്കുന്നത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഇതിന്റെ കൂടെ ഉണ്ടാവും. എങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഈ duവിനെ എന്ത് എഴുതാം? 36x³ ഇൻറ്റു dx എന്ന് എഴുതാം. അപ്പൊ x³ dx എന്നുള്ള ടേം കണ്ടോ, അത് അങ്ങനെ വരും കേട്ടോ. ആ x³ dx ഇവിടെ വരണം, എങ്കിലേ നമുക്ക് ഇതൊക്കെ നടക്കുള്ളൂ. ഓക്കെ. അപ്പൊ 36നെ താഴോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ du/36 = x³ ഇൻറ്റു dx. അപ്പൊ ഇത്രയും കാര്യം ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത്രയും ലെങ്ത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ബേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്ര ലെങ്ത് കൂട്ടിയതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ x³ dxന് പകരം നമുക്ക് എന്ത് എഴുതാം? du/36 എന്ന് കൊടുക്കാം. അതായത് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴുണ്ടല്ലോ എല്ലാ ടേമും യുയിലോട്ട് മാറണം. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലിമിറ്റും ചേഞ്ച് ചെയ്യണം. അതിപ്പോ നിങ്ങളാരും പഠിപ്പിക്കുന്നില്ല. തൽക്കാലം ആ ലിമിറ്റ് എഴുതാണ്. ഇന്റഗ്രൽ 0 to 1 √u du/36. ഈ ക്വസ്റ്റ്യൻ ഈ ഫംഗ്ഷൻ മുഴുവൻ ഇപ്പൊ എന്തായി?
ഇത്രയും ടേം യു ആയി മാറി, റൂട്ട് യു എന്നായി മാറി കേട്ടോ. റൂട്ട് യു ഇൻറ്റു ഡി യു ബൈ 36 എന്നായി. ഇപ്പോ കുറച്ച് മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ചെയ്ത കാര്യങ്ങൾ മനസ്സിലായോ? ഒരു പ്രോബ്ലം കൂടി ചെയ്യണമായിരുന്നു, അപ്പോഴേ ക്ലിയർ ആവുള്ളൂ. അതായത് നമ്മൾ എന്തിനാണോ യു കൊടുക്കുന്നത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ഡി എക്സ് എന്ന് കിട്ടണം. അതവിടെ ഉണ്ടാവണം. ആ ടൈം ബാക്കിയുള്ള കോൺസ്റ്റന്റിനൊക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 36നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 2π/36 ഇൻറ്റു ഇന്റഗ്രൽ 0 to 1 റൂട്ട് യു ഡി യു എന്ന് കിട്ടി. ഞാൻ ഇതുവരെ പഠിപ്പിക്കാത്ത ഒരു ഫോർമുലയാണ്. ഇപ്പൊ ഇന്ന് ഡയറക്റ്റ് അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ശരിക്കും ഒരു ഫോർമുല ഇല്ല, എങ്കിലും പഠിച്ചോളൂ. ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സിന് 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2 ഇങ്ങനെയാണ് ബൈ കാട്ട് ചെയ്തോളൂ കേട്ടോ. അതൊരു ഫോർമുല ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇന്റഗ്രൽ റൂട്ട് എക്സ് ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ചെയ്തോ. അങ്ങനെ ഒരു പുതിയ ഫോർമുല നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇന്റഗ്രൽ റൂട്ട് എക്സിന്റെ വാല്യൂ എത്രയാണ്? 2/3 ഇൻറ്റു എക്സ് റേസ് ടു 3/2. ഓക്കെ അല്ലേ? അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കുന്നത് നമ്മൾ. ഓക്കെ, കാരണം ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ അതിന് വീണ്ടും നമ്മൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഡയറക്റ്റ് ആൻസർ എഴുതാണ്. ഇത് വെട്ടിക്കളഞ്ഞു. 5/18 ഇൻറ്റു ഇതിന്റെ ആൻസർ ആണ് പറയുന്നത് 2/3 ഇൻറ്റു എക്സ് അല്ല ഇവിടെ യു റേസ് ടു 3/2 ലിമിറ്റ് 0 to 1. ശ്രദ്ധിക്കുക, ഈ 0 to 1 എന്നുള്ളത് യുവിന്റെ ലിമിറ്റ് അല്ല, എക്സിന്റെ ലിമിറ്റ് ആയിരുന്നു. അപ്പൊ യുവിന് പഴയ വാല്യൂ തന്നെ തിരിച്ചു കൊടുക്കണം കേട്ടോ. ഇതുവരെ എഴുതിയോ എല്ലാരും? ഇതുവരെ എഴുതിയോ? കുറച്ച് റിസ്ക് ആണ്, മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് എഴുതി പഠിക്കുക. 2/3 ഇൻറ്റു യു റേസ് 3/2. അപ്പൊ ഇതിൽ നമുക്ക് 5/18ഉം 2/3നും വെളിയിലെടുത്തു കഴിഞ്ഞാല് ബാക്കി യു റേസ് 3/2 ആണ്. ആ യുവിന് വാല്യൂ കൊടുക്കാണ് 1 പ്ലസ് തിരിച്ച് പഴയ വാല്യൂ കൊടുക്കട്ടോ. 1 പ്ലസ് 9x റേസ് ടു 4 റേസ് ടു 3/2. അതിനാണ് 0 to 1. വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതുവരെ എഴുതാം. കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവർ പോയോ? നിർത്തിപ്പോയി എല്ലാരും? 2/3നെ വെളിയിലെടുത്തു കേട്ടോ. അത് വെട്ടാളതൊക്കെ വെട്ടാം. 18ഉം 2ഉം വെട്ടി. ഇവിടെ 9 അല്ലേ, 9 വന്നു. ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്. ബാക്കിയുള്ളൊന്ന് മാറ്റി കളയണേ. ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് ആ കൂടി ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവരും എഴുതി വിചാരിക്കുന്നു. ഈക്വൽ ടു 5/9 ഇൻറ്റു 3 27 ആണ്. 5/27 ഇൻറ്റു ഒന്നുകൂടി എഴുതാം 1 പ്ലസ് 9x റേസ് ടു 4 ഹോൾ റേസ് ടു 3/2 ലിമിറ്റ് 0 to 1. ഇതിൽ ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാണ് കേട്ടോ. മോഡൽ എക്സാമിന് ഈ ഒരു പ്രശ്നം എല്ലാവരും ശരിയാക്കിയിരുന്നു. എങ്ങനെയെന്ന് അറിയില്ല. 5/27 ഇൻറ്റു ഒരുവിധ ആൾക്കാർക്ക് അത് ശരിയാക്കിയിരുന്നു. 1 പ്ലസ് എക്സിന് 1 കൊടുക്കാണ്. 1 പ്ലസ് 9 ഇൻറ്റു 1 അല്ലേ. അപ്പൊ 9 ഹോൾ റേസ് ടു 3/2 മൈനസ് 1 പ്ലസ് 0 ഹോൾ റേസ് ടു 3/2 ഈക്വൽ ടു 5/27 ഇൻറ്റു 1. കുറെ പേര് യുവിന് 0 to 1 ലിമിറ്റ് കൊടുത്തിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നേ, അത് തെറ്റാണ്. 5/27 ഇൻറ്റു 1 പ്ലസ് 9 10 റേസ് ടു 3/2 മൈനസ് 1 റേസ് ടു 3/2 1. ഇങ്ങനെ എഴുതിയാൽ മതി. എങ്കിലും വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഒരു റിസൾട്ട് ആണ് എക്സ് റേസ് ടു 3/2 എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ് കേട്ടോ. എക്സ് റേസ് ടു 3/2ന്റെ വാല്യൂ എന്താണ്? എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ്. 10 ഇതുവരെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 5/27 ഇൻറ്റു 10 ഇൻറ്റു റൂട്ട് 10 മൈനസ് 1. ഇതാണ് ആൻസർ. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അപ്പൊ ചെയ്യാൻ മനസ്സിലായ സർഫസ് ഏരിയ വരുമ്പോ y ഇൻറ്റു
ഇന്റഗ്രൽ a to b √1 plus dy by d ഫോഴ്സ് അങ്ങനെ സോറി അത് കൊടുക്കുക. അതിൽ ശ്രദ്ധിക്കുക അതില് ആ y ഇൻറ്റു എന്നുള്ള പേരില്ലേ അതില്ലെങ്കിൽ ലെങ്ത്തിന്റെ ഫോർമുല കേട്ടോ. അപ്പൊ നമ്മള് പാർട്ട് സിയിൽ ചോദിച്ചതാണ്, പാർട്ട് ഡി അല്ലെ 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചത് 3 ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എ ബി സി എന്നുള്ള 3 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതില് 33 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 33 ആണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. 33 ആണ് എഴുതാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ. അപ്പൊ സർഫസ് എന്നുള്ള വേർഡ് വരുമ്പോഴും സർഫസ് ഏരിയ ആവുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സാധാ ഏരിയ ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് അബോവ് ബൈ. Find the area of the region bounded above by y equal to x plus 6. Y equal to x plus 6. Bounded below by y equal to x square. Y equal to x square. And bounded on the sides. X equal to 0 and x equal to 2. X equal to 0 and x equal to 2. Question number വായിക്കണം. Find the area of the region bounded above by y equal to x plus 6 and bounded below by y equal to x square. Y equal to x square. And bounded on the sides by the lines x equal 0 and x equal 2. അപ്പോ ശ്രദ്ധിക്കുക, പറഞ്ഞട്ടെ. അപ്പൊ ഇത് 2 കർവ് ഉണ്ട്. ശരിക്കും പറഞ്ഞ ഗ്രാഫൊക്കെ വരച്ചിട്ട് ചെയ്യേണ്ട പ്രോബ്ലം ആണിത്. ഞാൻ അതിലേക്ക് പോകണില്ല. ഗ്രാഫൊക്കെ വരച്ചു കഴിഞ്ഞാല് y equal to x square എന്ന് പറഞ്ഞ പരാബോളയാണ് വരിക. എന്താ x square എന്ന് പറഞ്ഞ മുകളിലേക്കുള്ള പരാബോളയാണ്. ഇങ്ങനെ ഒരു കർവ് കിട്ടും. പിന്നെ മറ്റേ കർവിന് വാല്യൂസ് കൊടുക്കുമ്പോ എക്സിന് 0 വരുമ്പോൾ y 6, 0 6 എക്സിന് 1 വരുമ്പോൾ 5. ഏകദേശം ഇങ്ങനെ ഒരു കർവ് ഒക്കെ വരിക. എക്സിന് -1 വരുമ്പോൾ y 5. ഇങ്ങനെ ഒരു കർവാണ് വരിക. ഓക്കെ, അപ്പൊ ആ കർവിന്റെ അവർ പറയുന്നത് ശരിക്കും ഇങ്ങനെയാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കർവ് കിട്ടും നമുക്ക്. ആ കർവിന്റെ ഇവിടെ താഴോട്ടുള്ള ഏരിയ, ഇവിടുന്ന് സൈഡിലേക്കുള്ള ഏരിയ. അപ്പൊ ഈ ഏരിയ പിന്നെ x equal 0, x equal 1. ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? എക്സിന്റെ ലിമിറ്റ് എത്രയാ? x equal 0 എന്നുള്ളത് ഈ ആക്സിസ് ആണ്. x equal 0, x equal 2 എന്നുള്ളത് ഇങ്ങനെയൊക്കെ വരും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ ഇടയിലുള്ള ഏരിയ ഒക്കെയാണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ ശരിക്കും വരയ്ക്കുമ്പോ ഇതിൽ ഇങ്ങനെയൊക്കെ പാസ് ചെയ്ത് പോട്ടെ, ഇങ്ങനെയൊക്കെയാണ് പോവാ. ക്ലിയർ? അപ്പൊ ഞാനതൊന്നും കാണിക്കുന്നില്ല, കാരണം ഗ്രാഫ് വരച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. തൽക്കാലം നമുക്ക് എക്സാം പോയിന്റിൽ പെട്ടെന്ന് പഠിപ്പിച്ചു പോവാണ്. അപ്പോ അതിന്റെ ഏരിയ ഗ്രാഫ് വരച്ചിട്ടൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ശരിക്കും. ഓക്കെ, ശരിക്കും പറഞ്ഞ് ഗ്രാഫ് വരച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ y equal to x plus 6 ഉണ്ട്. ഇതിനെ f of x എന്ന് എടുത്തു. f of x equal to x plus 6. ഓക്കെ, രണ്ടാമത്തെ കർവ് y equal to x square ആണ്. അത് g of x എന്ന് എടുത്തു. g of x equal to x square. മനസ്സിലായോ? ഞാൻ അതിലേക്ക് വലിയ നീണ്ടു പോകണില്ല, നീണ്ട ഹൈ ലെവലിലേക്ക് ഒന്നും ചിന്തിപ്പിക്കുന്നില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാമെന്നാണ് മാത്രമേ, എക്സാമിന് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, y equal to x plus 6, അതായത് മൊത്തത്തില് ബേസിക് പഠിപ്പിക്കുന്നില്ല. ഓക്കെ, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് y equal to x plus 6നെ y equal to എന്ന് പറയുന്നത് എന്താണോ അത് f of x ആയിട്ട് എടുക്കുന്നു. x plus 6 ആണ് f of x. y equal to എന്ന് പറയുന്നതാണ് g of x. അടുത്ത g of x എടുത്തു. x ന്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് 3 മതി. ഏരിയയുടെ ഫോർമുല തൽക്കാലം കൊടുത്തോളൂ. ഏരിയ equal to എന്താണ്? ഇന്റഗ്രൽ a to b f of x minus g of x dx. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, അല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത് വലിയ ടോപ്പിക് ആണ് കേട്ടോ. ഭയങ്കര ഒരു 1 മാസം 2 മാസം ഒക്കെ എടുക്കേണ്ട ടോപ്പിക് ഉണ്ട്. അത്രയും വലിയ ഹൈ സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ്. അത്യാവശ്യം ഒരു ദിവസം ഒരു പീരീഡ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം പഠിപ്പിക്കാനുള്ള ടോപ്പിക് ഉണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചു പറയാണ്. തൽക്കാലം ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രൽ 0 to 2 f of x ന്റെ വാല്യൂ x plus 6 മൈനസ് g of x ന്റെ വാല്യൂ x square dx. അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത ആൻസർ എഴുതും കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്യട്ടെ. x ന്റെ ഇന്റഗ്രലില് x square by 2 പ്ലസ് 6 ന്റെ ഇന്റഗ്രലില് 6x മൈനസ് x square ഇന്റഗ്രലില് x cube by 3. ലിമിറ്റ് 0 to 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. അപ്പൊ ലോവർ ലിമിറ്റ് 0 ആണ്, അത് കൊടുക്കുന്നില്ല. അപ്പർ ലിമിറ്റ് 2 കൊടുക്കുമ്പോൾ
2 square by 2 plus 6 into 2 minus 2 cube by 3. ഇത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 0. മുകളിൽ എഴുതുന്നുണ്ട് ഞാൻ. 2 square by 2 പറഞ്ഞാൽ 4 by 2 അല്ലെ, 4 by 2 plus 12 minus 8 by 3. 4 by 2 അങ്ങനെ 2 ആണ്. 2 plus 12 minus 8 by 3 equal to 14 minus 8 by 3. LC എടുക്കാം. 14 into 3 minus 8 by 3. 14 into 3 എത്ര? 3 12 30 3 12 42 minus 8 by 3 അല്ലേ? 42 8 പോയാ എത്ര? 36 അല്ലേ? 36 by 3. ശരി തെറ്റിപ്പോയാ? 34 ആണ്. 34 8 42 34 by 3. ഓക്കെ, അത്രയാണ്. അത്രയാണ് ഏരിയ ആയതുകൊണ്ട് സ്ക്വയർ യൂണിറ്റ് കേട്ടോ. സ്ക്വയർ യൂണിറ്റ് തൽക്കാലം അങ്ങനെ വെച്ച് പഠിപ്പിക്കുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇതൊന്നും സമയമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ക്ലാസ്, അത്ര വലിയ സ്റ്റാൻഡേർഡും അല്ല. തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചോളൂ. നാളെ നമുക്ക് എന്താ പറയാ, ഡിഫറൻസിയേഷൻ nth ഡെറിവേറ്റീവ് ഉണ്ട്. അത് ഷുവർ ക്വസ്റ്റൻ ആണ്, അതെന്തായാലും പഠിക്കണേ. ഇത് കിട്ടിയാ പോയെന്നുള്ള രീതിയിൽ എടുക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. ക്ലിയർ? സിമ്പിൾ ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റിനും ഈ ഏരിയ ബിറ്റ്വീൻ 2 കർവ് ആയിരുന്നു. എസ് എ ക്വസ്റ്റിന്റെ 15 മാർക്കിന്റെ എസ് എ ക്വസ്റ്റിന്റെ 2 ക്വസ്റ്റിനും ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് ആയിരുന്നു. അതുകൊണ്ട് സിമ്പിൾ ആയിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ. ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് ആയിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ തന്നെ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ശ്രമിച്ചിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഭാഗ്യം പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? കഴിഞ്ഞോ? അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഏരിയയുടെ പ്രോബ്ലം അവസാനിപ്പിക്കാം. പിന്നെ ആ ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നാളെ വീഡിയോസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോബ്ലംസ് കൂടി ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഒരെണ്ണം കൂടി എന്തായാലും ചെയ്യാനേ. ക്വസ്റ്റ്യൻ എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്താം. ഇന്നത്രയും കുറച്ച് കൂടി പോകുന്ന സംശയം ഏരിയയുടെ ഇന്റഗ്രേഷൻ കുറച്ച് ബോറടിപ്പിക്കുന്നുണ്ടാവും. ഓക്കെ, ഇന്ന് ബാക്കിയുള്ളവർക്ക് പഠിച്ചെടുക്കട്ടെ. ഇന്ന് കാലത്തെടുത്തൊക്കെ പഠിക്കണേ, മാർക്കരുത്. കാലത്തെടുത്തൊക്കെ പഠിക്കാൻ മാർക്കരുത്. ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം കൂടി കഴിഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇന്റഗ്രേഷന്റെ ബാക്കി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് നാളെ എടുത്താൽ കേട്ടോ. നാളെ ടൈം ഞാൻ പിന്നീട് പറയാം. ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ x equal to y square and y equal to x minus 2. X equal to y square and y equal to x minus 2. Integrating with respect to y. അവർ തിരിച്ച് പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. Integrating with respect to y. Integrating with respect to y എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിത്ത് റെസ്പെക്ട് വൈ എന്ന് പറഞ്ഞാൽ ഫോർമുല തിരിച്ചാണ് കേട്ടോ. ഏരിയ ബിറ്റ്വീൻ എന്നാണ്. പിന്നെ ഇതിന് ലിമിറ്റ് തന്നിട്ടില്ലേ? ലിമിറ്റ് തന്നിട്ടുണ്ടല്ലേ? ലിമിറ്റ് ഞാൻ കുറച്ച് വായിച്ച ലിമിറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. ലിമിറ്റ് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അവർ പറഞ്ഞേക്കുന്നത് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ തന്നിട്ടുണ്ട്, വൈ ഈക്വൽ ടു എക്സ് മൈനസ് തന്നിട്ടുണ്ട്. അപ്പോ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ ലിമിറ്റ് ആണ് കാണേണ്ടത്. അതായത് എബൌട്ട് വൈ ആക്സിസ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ക്വസ്റ്റിനെ ഇൻ ടേംസ് ഓഫ് വൈയിലേക്കാണ് മാറ്റേണ്ടത്, തിരിച്ചല്ല. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ എക്സിന്റെ ടേമിലേക്കാണ് മാറ്റിയത്. ഇപ്പൊ തിരിച്ചാണ് മാറ്റേണ്ടത്. അപ്പൊ അവിടെ വൈ ഈക്വൽ ടു എന്നല്ലേ നമ്മൾ എഴുതായിരുന്നത്, അത് തിരിച്ചെഴുതണം. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ. അപ്പൊ അത് ഓക്കെയാണ്. എക്സ് ഈക്വൽ ടു ആണ് തന്നിട്ടുള്ളത്. മറ്റതിന് എക്സ് ഈക്വൽ ടു എന്ന് മാറ്റണേ. എക്സ് ഈക്വൽ ടു എന്ന് -2 ഇങ്ങോട്ടാണ് വൈ പ്ലസ് 2 എന്നാണ് കേട്ടോ. അപ്പൊ ഇത് എഫ് ഓഫ് എക്സ് എന്നല്ല പറയേണ്ടത്, എഫ് ഓഫ് വൈ ആണ്. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണ്. ഓക്കെ,
ജി ഓഫ് വൈ ആണ്. ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ y പ്ലസ് 2 കേട്ടോ. ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ y പ്ലസ് 2. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ക്വസ്റ്റ്യൻ സെയിം ആണോ അല്ലേ? മറ്റത് എക്സില് ഇത് വൈയിലല്ലേ? വ്യത്യാസം ഉണ്ടായിരുന്നു ഇവിടെ. ശരിക്ക് അല്ല 6 ആയിരുന്നല്ലേ, എക്സ് പ്ലസ് 6 ആണ്. കുഴപ്പമില്ല, ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇതില് നമുക്ക് എന്ത് വേണമെന്ന് അറിയോ? ഈ രണ്ട് ഇക്വേഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്, വൈയുടെ ലിമിറ്റ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് അറിയോ? ഇതിനെ ഈക്വൽ ടു ആക്കുന്നു. രണ്ടും എക്സ് ഈക്വൽ ടു അല്ലേ? അപ്പോ എക്സ് ഈക്വൽ ടു ഇതും ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2. ഫ്രം 1 and 2. 1 ഉം 2 പ്രകാരം നമുക്ക് എന്ത് കിട്ടാം? y സ്ക്വയർ ഈക്വൽ ടു y പ്ലസ് 2 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അതായത് y സ്ക്വയർ മൈനസ് y മൈനസ് 2 ഈക്വൽ ടു 0. നമ്മുടെ ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചില്ലേ? അതിൽ ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്ത വൈയുടെ വാല്യൂസ് എന്താ കിട്ടും നോക്കുക. കാൽക്കുലേറ്റർ ഉള്ളവര്, അല്ലാത്തവര് -3 പ്ലസ് ഓർ മൈനസ് ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -2 കിട്ടണം, ആഡ് ചെയ്താൽ -1. മൾട്ടിപ്ലൈ ചെയ്താൽ -2, ആഡ് ചെയ്താൽ -1. ഏതാ നമ്പർ? മൾട്ടിപ്ലൈ ചെയ്താൽ -2 കിട്ടാനുള്ള ഓപ്ഷൻ നോക്കാം. -1 × 2 -2 ആണ്. 1 × -2 ഉം -2 ആണ്. ആഡ് ചെയ്താൽ -1 കിട്ടണം. ഇത് രണ്ടും ആഡ് ചെയ്താൽ 1 ആണ് കിട്ടുക. ഇത് രണ്ടും ആഡ് ചെയ്താൽ -1 കിട്ടും. അപ്പൊ ഇതാണ് ഓപ്ഷൻ. +1 ഉം -2 കേട്ടോ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? y + 1 × y - 2 ഈക്വൽ ടു 0. y ഈക്വൽ ടു -1, y ഈക്വൽ ടു 2. അപ്പൊ ലിമിറ്റ് ഇതാണ് കേട്ടോ. എടുത്ത് എഴുതാം. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ -1 to 2. ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ -1 to 2 ആണ് കേട്ടോ. ഓക്കെ, ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏരിയ ഈക്വൽ ടു ഇന്റഗ്രൽ c to d f of y minus g of y dy equal to integral -1 to 2 y square minus y plus 2 അല്ലേ, y plus 2 dy. തിരിച്ചു എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അതിന് മുമ്പ് തന്നെ സിംപ്ലിഫൈ ചെയ്യാണ്. -1 to 2 y square minus y minus 2 dy. y cube by 3 minus y square by 2 minus 2y limit -1 to 2. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാണ്. 2 cube by 3 minus 2 square by 2 minus 2 into 2. ഇത് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. -1 cube by 3 -1 whole square by 2 minus 2 into -1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഈക്വൽ ടു എങ്ങനെ എഴുതാം? 8/3 -4/2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? സ്റ്റെപ്പ് എഴുതണോ? 4/2 -4. ഇത് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് -1/3 -1/2 പ്ലസ് 2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എല്ലാ ബ്രാക്കറ്റും കളയുക. എല്ലാ ബ്രാക്കറ്റും കളയുകയാണ്. ഈക്വൽ ടു 8/3 -2 -4 plus 1/3 plus 1/2 minus 2. 8/3 1/3 കൂടി കൂട്ടി, ഇത് രണ്ടും തമ്മിൽ കൂട്ടി. അപ്പൊ നമുക്ക് 9/3 എന്ന് പറയാം. -2 -4 -2 -6 plus 1/2. 9/3 തന്നെ 3 -6 plus 1/2. 3 -6 തന്നെ -3 plus 1/2. എടുക്കുമ്പോ -6 plus 1/2 -5/2. ഏരിയ പറയുമ്പോ പ്ലസ് ആ പറയാറ്. ഏരിയ ഈക്വൽ ടു 5/2 സ്ക്വയർ യൂണിറ്റ്. ഓക്കെ, എവിടെയും കൂട്ടിയത് തെറ്റിയൊന്നും അറിയില്ല. തെറ്റിച്ച് ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഏരിയയുടെ പ്രോബ്ലം കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം.
കുഴപ്പമില്ലല്ലോ.